ഹായ് ഓൾ, തേർഡ് മൊഡ്യൂളിലെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. എലമെന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും. ദെൻ അറേയിൽ നിന്നും ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് വരുമ്പോൾ അറേയിൽ സെയിം ടൈപ്പ് ഓഫ് എലമെന്റ്സിനെ ആയിരുന്നു സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മീൻസ് ഹോമോജീനിയസ് എലമെന്റ്സ് ആയിരുന്നു. അറേ ഫിക്സ്ഡ് ആയിരുന്നു. എന്നാൽ ലിങ്ക്ഡ് ലിസ്റ്റ് ഡൈനാമിക് ആണ്. അതിൽ റൺ ടൈമിൽ നമുക്ക് എത്ര മെമ്മറി വേണമെങ്കിലും ലിങ്ക്ഡ് ലിസ്റ്റ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഹെറ്ററോജീനിയസ് എലമെന്റ്സ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് പറ്റുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള എലമെന്റ്സിനെ നമുക്ക് സ്റ്റോർ ചെയ്യാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സ് സ്റ്റോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാമായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന ഡാറ്റ സ്ട്രക്ചർ ആണ്. ഓക്കെ, ലിങ്ക്ഡ് ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെന്റിനെയും നമ്മൾ നോഡ്സ് എന്നാണ് പറയാറുള്ളത്, അല്ലേ? ഓക്കെ, ഓരോ നോഡ്സിനും 2 ഫീൽഡ്സ് ഉണ്ടായിരിക്കും. ഈച്ച് നോഡ് കണ്ടെയ്ൻ 2 ഫീൽഡ്സ്. വൺ ഈസ് ഡാറ്റ ഫീൽഡ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് അഡ്രസ് ഫീൽഡ്. ഈ ഫസ്റ്റ് വരുന്ന ഫീൽഡിനെയാണ് നമ്മൾ ഡാറ്റ ഫീൽഡ് എന്ന് പറയാറുള്ളത്. ഇവിടെ നമ്മൾ ഡാറ്റയാണ് എൻ്റർ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു നെക്സ്റ്റ് ഫീൽഡ്, ഇതിനെ നമ്മൾ നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയും, അല്ലെങ്കിൽ അഡ്രസ് ഫീൽഡ് എന്ന് പറയും. ഇതൊരു പോയിന്റർ ആണ്. ഇത് പോയിന്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെയാണ്. നെക്സ്റ്റ് നോഡുമായിട്ടുള്ള ഒരു റെഫറൻസ് ആണ് ഈ ഒരു ഫീൽഡിൽ കീപ്പ് ചെയ്യുന്നത്. സോ ഇതിനെ നെക്സ്റ്റ് ഫീൽഡ് അല്ലെങ്കിൽ ലിങ്ക് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഓരോ എലമെന്റും നമ്മൾ നോഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ നോഡിനും 2 ഫീൽഡ്സ് ഉണ്ടായിരിക്കും, ഡാറ്റ ഫീൽഡ് ആൻഡ് അഡ്രസ് ഫീൽഡ്. ഓക്കെ, ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡെവലപ്പ് ആൻ അൽഗോരിതം ടു ഡിലീറ്റ് എ നോഡ് ഫ്രം എ സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു സിംഗ്ലി ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നതിനുള്ള അൽഗോരിതമാണ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നോഡ്സ് എന്താണ്? ലിങ്ക്ഡ് ലിസ്റ്റിലെ എലമെന്റ്സിനെ തന്നെയാണ് നമ്മൾ നോഡ്സ് എന്ന് പറയാറുള്ളത്. സോ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന ഡാറ്റ സ്ട്രക്ചറിൽ നിന്നും നമുക്ക് ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതമാണ് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ പൊസിഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫസ്റ്റ് പൊസിഷൻ ആണോ, അല്ലെങ്കിൽ ലാസ്റ്റ് ആണോ, എൻഡിൽ നിന്നാണോ, ബിഗിനിങ്ങിൽ നിന്നാണോ, അല്ലെങ്കിൽ ഒരു കീ പൊസിഷനിൽ നിന്നാണോ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നിവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. സോ ഏത് അൽഗോരിതം വേണമെങ്കിലും ഇതിന്റെ ആൻസർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇവിടെ ഞാൻ 2 അൽഗോരിതം ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിലീറ്റിംഗ് ദ ഫസ്റ്റ് നോഡ് ഫ്രം എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അൽഗോരിതം കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ട് നള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് നള്ളാണെങ്കിൽ, സ്റ്റാർട്ട് പൊസിഷൻ തന്നെ ഇവിടെ നള്ളാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് എലമെന്റ്സ് ഒന്നും ഇല്ല, ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണ്. ദെൻ അത് അണ്ടർഫ്ലോ കണ്ടീഷനാണ് അവിടെ ഒക്കർ ചെയ്യുന്നത്. അണ്ടർഫ്ലോ കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണം. നമുക്ക് അവിടെ അതിന് ഒരു എലമെന്റ് പോലും ഇല്ലാത്ത ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ഒരു എലമെന്റിനെ റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് നോക്കൂ. സെറ്റ് PTR ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട്. നമ്മുടെ സ്റ്റാർട്ട് നോഡ് ഏതാണ് അതിന് നമ്മൾ PTR എന്ന് സെറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് നോഡ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സ്റ്റാർട്ട് നോഡിന് മുൻപ് ഒരു ഹെഡ് നോഡ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ റെപ്രസെന്റേഷൻ വരുന്നത്? ഹെഡ് നോഡ് ഉണ്ടായിരിക്കും. ഇവിടെയാണ് ഹെഡ് വരുന്നത്. ദെൻ ലാസ്റ്റ് നോഡിലാണ് ടെയിൽ വരുന്നത്. ഓക്കെ, ഹെഡ് നോഡിൽ ഡാറ്റ പാർട്ട് നള്ളായിരിക്കും, എന്നാൽ ഇവിടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ഹെഡ് നോഡ്. ഈ ഹെഡിന് ശേഷം വരുന്ന നോഡാണ് എപ്പോഴും ഫസ്റ്റ് നോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഫസ്റ്റ് നോഡിൽ നമ്മൾ PTR എന്ന് സെറ്റ് ചെയ്തു. ഇതാണ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് നോഡിൽ നിന്നാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ സ്റ്റാർട്ടിൻ്റെ നെക്സ്റ്റിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കുന്നു. ഈ സ്റ്റാർട്ടിൻ്റെ നെക്സ്റ്റ് ഈ ഒരു അഡ്രസ് ഫീൽഡ് ഏതിനെയാണ് പോയിന്റ് ചെയ്യുന്നത്? ഈ ഒരു നോഡിനെ അല്ലേ? സ്റ്റാർട്ട് നോഡിൻ്റെ നെക്സ്റ്റ് പാർട്ട് പോയിന്റ് ചെയ്യുന്ന നോഡിലേക്ക് നമ്മൾ സ്റ്റാർട്ടിനെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് സ്റ്റാർട്ട് ഉള്ളത്. ദെൻ ഈ ഒരു PTRനെ നമ്മൾ ഫ്രീ ആക്കുന്നു. സ്റ്റാർട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ ഫ്രീ ആക്കുന്നു. ഓക്കെ,
ദെൻ ഈ ഒരു നോഡ് ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോഡില്ല. ഇതാണ് ഒരു ബിഗിനിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നതിന്റെ അൽഗോരിതം, അതിന്റെ റെപ്രസെന്റേഷൻ. എപ്പോഴും ശ്രദ്ധിക്കാം, ഹെഡ് നോഡില് ഡാറ്റ ഫീൽഡ് നള്ളായിരിക്കും, ലാസ്റ്റ് നോഡിലെ അഡ്രസ് ഫീൽഡും നള്ളായിരിക്കും. ഓക്കെ, ഒരു ബിഗിനിങ്ങിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നോഡിനെ ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഒരു സ്റ്റാർട്ട് പൊസിഷനെ നമ്മൾ സ്റ്റാർട്ട് എവിടെയാണോ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെയാണോ പോയിന്റ് ചെയ്യുന്നത് ആ നോഡിലേക്ക് നമ്മൾ സ്റ്റാർട്ടിനെ കൊടുക്കുന്നു, അല്ലെങ്കിൽ സെക്കൻഡ് നോഡിലേക്ക് നമ്മൾ സ്റ്റാർട്ടിനെ കൊടുക്കുന്നു. ദെൻ ആ ഒരു PTR എന്നുള്ള ഡിലീറ്റ് ചെയ്യേണ്ട നമ്മുടെ നോഡിനെ നമ്മൾ ഡിലീറ്റ് ആക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എൻഡിൽ നിന്ന് ഒരു നോഡിനെ എങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഡിലീഷൻ അറ്റ് ദ എൻഡ് ഓപ്പറേഷൻ ഇൻവോൾവ്സ് റിമൂവിങ് ദ ലാസ്റ്റ് നോഡ് ഓഫ് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ ലാസ്റ്റ് നോഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത്. തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്ന അൽഗോരിതം ആയിരുന്നു. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചെക്ക് ഇഫ് ദ ലിസ്റ്റ് ഈസ് എംപ്റ്റി. നമ്മുടെ ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണോ, അണ്ടർഫ്ലോ കണ്ടീഷൻ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓൾറെഡി എംപ്റ്റി ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചറിൽ നിന്ന് ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് അണ്ടർഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എലമെന്റും ഇല്ലാത്ത ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന്, ഒരൊറ്റ നോഡ് പോലും ഇല്ലാത്ത ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് നമുക്കൊരു നോഡിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഹെഡ് നള്ളാണ് എന്നുണ്ടെങ്കിൽ അത് എംപ്റ്റി ആണ്, ലിങ്ക്ഡ് ലിസ്റ്റ് എംപ്റ്റി ആണ്, അവിടെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ്, ഇഫ് ദ ലിസ്റ്റ് ഹാസ് ഓൺലി വൺ നോഡ്, അതിനകത്ത് ഒരൊറ്റ നോഡ് മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ സിംപ്ലി സെറ്റ് ദ ഹെഡ് ടു നൾ, ആ ഹെഡിനെ നള്ളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. തേർഡ് സ്റ്റെപ്പ് നോക്കൂ, ട്രാവേഴ്സ് ദ ലിസ്റ്റ്. ആ ലിസ്റ്റിനകത്തുള്ള എല്ലാ നോഡ്സിനെയും നമ്മൾ ട്രാവേഴ്സ് ചെയ്യണം. ടു ഫൈൻഡ് ദ സെക്കൻഡ് ലാസ്റ്റ് നോഡ്, സ്റ്റാർട്ട് ഫ്രം ദ ഹെഡ് ആൻഡ് ഐട്രേറ്റ് ത്രൂ ദ ലിസ്റ്റ് അണ്ടിൽ യു റീച്ച് ദ സെക്കൻഡ് ലാസ്റ്റ് നോഡ്. ലാസ്റ്റ് നോഡാണ് നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നോഡിൽ നിന്നും അല്ലെങ്കിൽ ഹെഡ് നോഡിൽ നിന്നും ലാസ്റ്റ് നോഡ് വരെ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. അതായത് നൾ എവിടെയാണ്, നൾ എവിടെ ഉണ്ടായിരിക്കുക, ടെയിലാണ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിന് ടെയിലാണ് നൾ ഉണ്ടായിരിക്കാം, ലാസ്റ്റ് നോഡിലാണ് നൾ ഉണ്ടായിരിക്കുക. ആ ലാസ്റ്റ് നോഡിൽ എത്തുന്നത് വരെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുന്നു. ദെൻ ആ ലാസ്റ്റ് നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലാസ്റ്റ് എലമെന്റിലേക്ക് ആ നൾ വാല്യൂ സെറ്റ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഇവിടെ ഡിലീഷൻ പെർഫോം ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ അപ്ഡേറ്റ് ദ നെക്സ്റ്റ് പോയിന്റർ. നെക്സ്റ്റ് പോയിന്ററിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നെക്സ്റ്റ് പോയിന്റർ ഓഫ് ദ ലാസ്റ്റ് നോഡ്, സെറ്റ് ദ സെക്കൻഡ് ലാസ്റ്റ് നോഡ്സ് നെക്സ്റ്റ് ടു നൾ. സെക്കൻഡ് ലാസ്റ്റ് നോഡിന്റെ, അതായത് ഇത് നമ്മുടെ ലാസ്റ്റ് നോഡാണ്, ലാസ്റ്റ് നോഡിന്റെ നെക്സ്റ്റ് ഫീൽഡിലായിരിക്കും നൾ ഉണ്ടായിരിക്കുക. ഇവിടെ വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ 3 എന്നുള്ള വാല്യൂ കൊടുക്കാം. ഇവിടെ അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇതിന്റെ അഡ്രസ്സ് 10 ആണ്. സോ ആ ഒരു അഡ്രസ്സ് ആയിരിക്കും ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ 2 എന്ന വാല്യൂ ഉണ്ട്. ഇത് ലാസ്റ്റ് നോഡ്, ദെൻ ഇത് സെക്കൻഡ് ലാസ്റ്റ് നോഡാണ്. ഓക്കെ, ദെൻ നമ്മൾ ഐട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലാസ്റ്റ് നോഡിൽ എത്തിയിട്ടുണ്ടായിരിക്കും. സോ ഇതിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് ലാസ്റ്റ് നോഡിലെ അഡ്രസ് ഫീൽഡ് നള്ളാക്കുന്നു. ഇതിനെ നള്ളാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ടുള്ള കണക്ഷൻ ഇവിടെ ലോസ്റ്റ് ആവുന്നുണ്ട്. ഇതിന്റെ റെഫറൻസ് ആണ് ഇവിടെ ഉണ്ടായിരിക്കുക, അല്ലെ? ലാസ്റ്റ് നോഡിന്റെ റെഫറൻസ് ആണ് സെക്കൻഡ് ലാസ്റ്റ് നോഡിന്റെ അഡ്രസ് ഫീൽഡിനകത്ത് ഉണ്ടായിരിക്കുക. ഈ റെഫറൻസ് ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഈ ഒരു നോഡിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഡിലീറ്റ് ദ ലാസ്റ്റ് നോഡ്. ഈ റെഫറൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നോഡിനെ നമുക്ക് ഈസിലി ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, we want to delete the last node from the linked list, then the following changes will be done in the linked list. അപ്പോൾ അതിന്റെ റെപ്രസെന്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് അതിലെങ്ങനെയാണ് ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹെഡ് നോഡ് ഉണ്ട്, ഫസ്റ്റ് നോഡാണ് ഇവിടെ സ്റ്റാർട്ട് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, ഓരോ നോഡ്സിന്റെയും അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10, 20, 30, 40, 50, 60. എപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഹെഡ് നോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, ഫസ്റ്റ് നോഡ് എന്ന് പറയുന്നത് ഹെഡ് നോഡിന് ശേഷം വന്നിട്ടുള്ള നോഡിനെയാണ് നമ്മൾ ഫസ്റ്റ് നോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു നോഡിൻ്റെ അഡ്രസ്സ് ഈ നോഡിലെ അഡ്രസ് ഫീൽഡിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഈ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഈ അഡ്രസ്സ് ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് ഫീൽഡ് ഇല്ലാത്തത് കൊണ്ട് ഇത് നള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനീഷ്യലി നമ്മുടെ
സ്റ്റാർട്ട് വരുന്നത് ഫസ്റ്റ് നോഡിലാണ്. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, ഒരു PTR ദെൻ ഒരു പ്രീ PTR. ഓക്കെ, ഈ പ്രീ PTR വരുന്നത് PTR എന്നുള്ള നോഡിന് തൊട്ട് മുൻപായിരിക്കും. ഓക്കെ, ദെൻ ഇനീഷ്യലി നമ്മുടെ ഫസ്റ്റ് നോഡിലാണ് സ്റ്റാർട്ട്, പ്രീ PTR, PTR എല്ലാം വരുന്നത്. ദെൻ നൾ വാല്യൂ കാണുന്നത് വരെ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. നൾ എവിടെയാണുള്ളത്? ഈ ലാസ്റ്റ് നോഡിലാണ് നമ്മുടെ നള്ള് വരുന്നത്. സോ നള്ള് വരുന്നത് വരെ ഐട്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ചെക്ക് ചെയ്യാണ്, ഓരോ നോഡിലും നൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇവിടെ ചെക്ക് ചെയ്യുന്നു, നള്ളില്ല. ദെൻ ഇവിടെ വരുന്നു, നള്ളില്ല. നള്ളുള്ളത് വരെ നമ്മൾ ഐട്രേറ്റ് ചെയ്യുന്നു. സോ നള്ളിലായിരിക്കും PTR വരുന്നത്. സോ ഈ ഒരു നോഡ് PTR ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ അതിന് തൊട്ട് മുൻപുള്ള നോഡിനെയാണ് നമ്മൾ പ്രീ PTR, സെക്കൻഡ് ലാസ്റ്റ് നോഡിനെ പ്രീ PTR എന്നും സെറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രീ PTRലാണ് നള്ള് വരുന്നത്, പ്രീ PTRൽ അഡ്രസ്സ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രീ PTRൻ്റെ അഡ്രസ് ഫീൽഡിൽ നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇവിടെ നള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു നോഡുമായിട്ടുള്ള കണക്ഷൻ ഇവിടെ ലോസ്റ്റ് ആവുന്നു, ഇതിൻ്റെ റെഫറൻസ് നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഈസിലി ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫസ്റ്റ് നോഡിൽ സ്റ്റാർട്ട് കൊടുത്തു. അവിടെ തന്നെയാണ് ഇനീഷ്യലി പ്രീ PTRും PTRും. PTR നള്ള് വരെ ഐട്രേറ്റ് ചെയ്തിട്ട് നൾ ഏത് നോഡിലാണോ ഉള്ളത് അവിടെ PTR സെറ്റ് ചെയ്യുന്നു. അതിന് തൊട്ട് മുൻപുള്ള നോഡിൽ പ്രീ PTR. ദെൻ ഈ പ്രീ PTRൻ്റെ അഡ്രസ് ഫീൽഡിൽ നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് നോഡുമായിട്ടുള്ള അതിൻ്റെ കണക്ഷൻ ലോസ്റ്റ് ആവുന്നു, അവിടെ റെഫറൻസ് നഷ്ടപ്പെടുന്നു. സോ ഇവിടെ ഒരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ലാസ്റ്റ് നോഡിനെ ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അൽഗോരിതമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിൽ നള്ളാണെങ്കിൽ അണ്ടർഫ്ലോ കണ്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, then എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി എംപ്റ്റി ആയിട്ടുള്ള ഒരു നോഡ് പോലും ഇല്ലാത്ത ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. സ്റ്റെപ്പ് 2ൽ സ്റ്റാർട്ടിൽ PTR എന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നള്ള് എവിടെയാണോ അതുവരെ നമ്മുടെ PTR ഐട്രേറ്റ് ചെയ്യും. നോട്ട് നൾ ആവുന്നത് വരെ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഏതൊക്കെയാണ്? 4ഉം 5ഉം. നോട്ട് നൾ ആണെങ്കിൽ ഈ ഒരു 4ഉം 5ഉം എക്സിക്യൂട്ട് ചെയ്യണം. 4ൽ എന്താണ് പറയുക? സ്റ്റെപ്പ് 4ൽ പ്രീ PTRനെ PTRലേക്ക് കൊടുക്കും. എവിടെയാണോ PTR ഉള്ളത് അവിടെ പ്രീ PTR വരും. അപ്പോൾ PTR നെക്സ്റ്റിലേക്ക് പോകും. PTR നെക്സ്റ്റ് നോഡിലേക്ക് മൂവ് ചെയ്യും. അതിൻ്റെ പിന്നാലെ PTR ഉണ്ടായിരുന്ന പ്ലേസിലേക്ക് പ്രീ PTRും മൂവ് ചെയ്യും. ഓക്കെ, അത് ഏതുവരെ? നൾ ആവുന്നത് വരെ, ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുന്നത് വരെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ ലൂപ്പ് എൻഡ് ചെയ്യുന്നു. പ്രീ PTR എന്നുള്ള ഒരു നോഡ് അതിൻ്റെ നോക്കൂ നെക്സ്റ്റ് ഫീൽഡ്, ഇതല്ലേ നെക്സ്റ്റ് ഫീൽഡ്, ഇത് ഡാറ്റ ഫീൽഡ്, ഇത് നെക്സ്റ്റ് ഫീൽഡ് അല്ലേ? ഈ നെക്സ്റ്റ് ഫീൽഡിനെ നള്ളെന്ന് കൊടുക്കുന്നു. ഇവിടെ നള്ളായിട്ടുണ്ട്. ഇങ്ങനെ നള്ളാക്കുന്ന സമയത്ത് അതിൻ്റെ നെക്സ്റ്റ് നോഡുമായിട്ടുള്ള ഒരു കണക്ഷൻ അവിടെ ലോസ്റ്റ് ആവുന്നു. ദെൻ ഫ്രീ PTR വരുന്നത് ഇവിടെ ആയിരിക്കും. PTR എന്നുള്ളത് ഈ ഒരു നോഡായിരിക്കും, ഇത് PTR. ദെൻ അതിന് തൊട്ട് മുൻപുള്ളത് പ്രീ PTRൻ്റെ നെക്സ്റ്റ് ഫീൽഡാണ് നമ്മൾ നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നള്ളാവുന്നത് വഴി ഈ ഒരു കണക്ഷൻ ഇവിടെ, ഈ ഒരു റെഫറൻസ് ഇവിടെ നഷ്ടപ്പെടുന്നു. PTRനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ABCD എന്നുള്ള എലമെന്റ്സിന് സ്റ്റോർ ചെയ്തിട്ടുള്ള നോഡുകൾ കാണാം. ദെൻ അതിൽ ലാസ്റ്റ് നോഡിൽ നൾ ഉണ്ടായിരിക്കും. ഇവിടെ ആയിരിക്കും നമുക്ക് PTR ഐട്രേറ്റ് ചെയ്തിട്ട് എത്തുന്നത്. ദെൻ അതിന് തൊട്ട് മുൻപുള്ള നോഡാണ് പ്രീ PTR എന്ന് സെറ്റ് ചെയ്യുന്നത്. പ്രീ PTRലെ നെക്സ്റ്റ് നോഡിനെ നമ്മൾ നള്ളാക്കുന്നു. നള്ളാവുന്നത് വഴി ഇവിടെ റെഫറൻസ് നഷ്ടപ്പെടുന്നു, ഈ ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള ഡാറ്റാ സ്ട്രക്ചറിൽ ഡിലീഷൻ എന്നുള്ള ഓപ്പറേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നോഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു, ലാസ്റ്റ് നോഡ് എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.